ഞാൻ പോയിട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത് എത്ര ദൂരം. ബ്രോ ആക്ച്വലി എത്ര ദൂരം എന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ആഹ് നമുക്ക് ഗോവയിൽ വന്നിട്ടുള്ള ദൂരമാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. അല്ലാതെ നമുക്ക് നാട്ടിൽ നിന്നാണെങ്കില് ബ്രോ തന്നെ ജസ്റ്റ് മാപ്പ് എടുത്തിട്ട് ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഒന്ന് ഡിസ്റ്റൻസ് നോക്കും. കാരണം പലർക്കും പല സ്ഥലമായി. ഇപ്പൊ എന്റെ എന്റെ വീട്ടിൽ നിന്നാണ് എന്റെ അവിടുത്തെ നാട്ടിൽ നിന്നാണ് നോക്കുന്നതെങ്കിൽ ഒരു 800-850 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് വരുന്നുണ്ട്. 800 അടുത്ത് എന്തോ വരുന്നുണ്ട്. പല ഡിസ്റ്റൻസ് ആയിരിക്കും. ഇപ്പൊ ബ്രോഡ് എന്താ നോക്കിയെന്ന് വെച്ചാൽ നിങ്ങളെ ഏതാണോ സ്ഥലം എവിടെ നാട്ടിൽ എവിടെയാന്ന് നോക്കിയിട്ട് അവിടുന്ന് ഒന്ന് ഡിസ്റ്റൻസ് നോക്കുക. അപ്പൊ നമുക്ക് അറിയാൻ പറ്റും. അല്ലാതെ ഇപ്പൊ ഗോവയിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾ ബ്രോ ഇപ്പൊ വരുവാണെങ്കിൽ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എനിക്കറിയാന്നുള്ള കാര്യം ഗോവയിൽ എത്തുവാണെങ്കിൽ നേരെ ഒരിക്കലും മഡ്ഗോവ ടിക്കറ്റ് എടുക്കല് തിവിമിലേക്ക് ഇതാക്കുക. കാരണം തിവിമില് 2 സ്റ്റോപ്പാണ് 3 സ്റ്റോപ്പാണ് ഉള്ളത്. തിവിമ്, കർമാലി, മഡ്ഗോവ. അപ്പൊ മഡ്ഗോവയിലേക്ക് വരുവാണെങ്കിൽ അവിടുന്ന് നമ്മള് നോർത്ത് ഗോവയിലോട്ട് വരണമെങ്കിൽ പിന്നെ ഒരു 52 കിലോമീറ്റർ പിന്നെ ഒന്നെങ്കിൽ നമ്മൾ 2 ബസ് കയറേണ്ടി വരും. ഇല്ലെങ്കിൽ ഒന്നെങ്കിൽ അവിടുന്ന് ലോക്കൽ ട്രെയിൻ പിടിച്ച് തിവിമിന്ന് വന്നിട്ട് അവിടുന്ന് പിന്നെ കയറണം. അതിനേക്കാളും നല്ലത് ഏറ്റവും നല്ല സിമ്പിൾ പരിപാടി തിവിമ എന്ന് പറയുന്ന ലൊക്കേഷൻ ഉണ്ട്. അവിടെ വന്ന് നിങ്ങൾ ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ അവിടുന്ന് നമുക്ക് നോർത്ത് ഗോവയിലോട്ട് വരാൻ വെറും 15 കിലോമീറ്റർ ഉള്ളു. അപ്പൊ അത്ര ട്രാവലിംഗ് കുറവാകും. മറ്റേ എന്താന്ന് വെച്ചാൽ ഏത് സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയാലും നോർത്തിലേക്ക് വരണമെങ്കിൽ എന്തായാലും 2 ബസ് നമ്മൾ കയറണം. അല്ലെങ്കിൽ മെയിനായിട്ട് ടാക്സി പിടിക്കണം. ടാക്സിയുടെ ചാർജ് എന്ന് പറയുന്നത് നമ്മൾ നാട്ടിൽ വിചാരിക്കുന്ന ഓല, യൂബർ അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ ഇല്ല. സോ നമുക്ക് എന്താ പറയാ അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം പലപ്പോഴും നമ്മുടെ ഗസ്റ്റ് ആണേലും അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണേലും ആര് വന്നാലും എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ടാക്സി. അത് ഗോവ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അതൊരു ടാക്സിയുടെ ഒരു ഇതാണ്. ഇവിടെ ഓല, യൂബർ അങ്ങനത്തെ ഒരു പരിപാടി ഇല്ല. അപ്പൊ നമുക്ക് മെയിനായിട്ട് ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ തിരുമ്പി ഇറങ്ങുക. തിരുമ്പിന്ന് 2 ബസ് പിടിക്കുക, കയറുക. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ടാക്സി ചാർജ് തിരുമ്പിന്ന് ഏകദേശം കുറവാണ്. വലിയ റേറ്റ് ഇല്ല. നമുക്ക് മഡ്ഗോണിൽ നിന്ന് വരുന്ന ആ ഒരു റേറ്റോ കാര്യങ്ങളോ ഒന്നും തിരുമ്പി വരുന്നില്ല. പോയിട്ടില്ല, അതാ ചോദിച്ചത്. ബ്രോ ടൈം ഉണ്ട് ബ്രോ, എന്തായാലും സുഖമായിട്ട് പോവാം. ഗോവയൊന്നും ഒരു വട്ടമെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് ആണ്. ഭയങ്കര പലരും പറയുന്നെങ്കിലും ലൈഫിൽ നമ്മള് ഒരുപാട് ലോങ് ട്രിപ്പ് നോക്കുന്നവരാണ്, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ട്രിപ്പ് നോക്കുന്നവരാണ്. എന്നെ സംബന്ധിച്ച് ഗോവ എന്ന് പറയുന്നത് വലിയൊരു ലോങ് ട്രിപ്പ് ആയിട്ട് നോക്കേണ്ട കാര്യമില്ല. നമുക്കൊരു ചെറിയൊരു ബഡ്ജറ്റിൽ പോയിട്ട് വരാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഗോവ. പിന്നെ ഗോവയിൽ വന്നിട്ടുള്ള എക്സ്പെൻസ് ആണ് എനിക്ക് ശരിക്കും നമ്മുടെ ഒരു കൈ നിൽക്കാത്തത്. കാരണം ഒന്നാമത്തെ കാര്യം ഫുഡ് ആണേലും അല്ലെങ്കിൽ പബ് ആണേലും പാർട്ടി ആണേലും പിന്നെ ഇവിടെ കുറെ സ്പാ പരിപാടി അങ്ങനത്തെ ഒരുപാട് പരിപാടീസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ മുറിയാൻ ചാൻസ് കൂടുതലാണ്. അപ്പോ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഒരു ചെറിയൊരു ബഡ്ജറ്റ്, ഒരു 5000-4000 ഇടയ്ക്കുന്ന ഒരു ബഡ്ജറ്റോടെ സുഖമായിട്ട് ഗോവയിൽ നിന്ന് വിസിറ്റ് ചെയ്തിട്ട് വരാം. നോർമലി പോയിട്ട്. അല്ലാതെ ഒന്ന് ഇച്ചിരി പൊളിയൊക്കെ പൊളിക്കണമെന്നുണ്ടെങ്കിൽ ഒരു 10-15 രൂപ അല്ലെങ്കിൽ ഒരു 10 രൂപയുടെ മേളിൽ കൂട്ടിക്കും എന്തായാലും. മിനിമം ഒരു 10 രൂപയുടെ മേളുണ്ടെങ്കിൽ സുഖമായിട്ട് ഗോവയിൽ നിന്ന് വന്നിട്ട് അടിച്ച് പൊളിച്ചിട്ട് പോകാം. അല്ലാതെ നമ്മൾ വിചാരിക്കുന്നത് മിനിമം എപ്പോഴും ഒരിക്കലും ഒറ്റയ്ക്ക് വരാതിരിക്കുക ഗോവയില്. കാര്യം നമ്മളൊരു ഏറ്റവും കുറഞ്ഞത് ഒരു 3 ഷെയറിംഗ് 4 ഷെയറിംഗ് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ഒരാള് ഒരു റൂം എടുക്കുകയാണെങ്കിൽ തന്നെ റൂമിന്റെ കോസ്റ്റ് വരുന്നതെന്ന് പറയുന്നത് മിനിമം ഒരു എക്സാമ്പിൾ ഒരു 2000 വരുവാണ്. ഒരാളെന്ന് പറയുമ്പോൾ അതൊരു വലിയ എമൗണ്ട് ആണ്. പക്ഷെ ഒരു 3 ഷെയർ 4 ഷെയറിംഗ് വരാൻ നേരം അതൊരു ഡിവൈഡ് ബൈ 500 വെച്ചാകുമ്പോൾ നമ്മുടെ ആ എമൗണ്ട് ലെസ് ആയി. അത്രയും നമുക്ക് ലോ കോസ്റ്റിൽ നമുക്ക് ഗോവയിൽ എക്സ്പെൻസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ പിന്നെ ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു സാധനം എന്ന് വെച്ചാൽ ഗോവയിൽ ലിക്കർ. അത് ഒരു 100 രൂപ 30 രൂപ 10 രൂപ ഏകദേശം പോണ്ടിച്ചേരി വരും. അത് എത്ര രൂപ കൊടുത്താലും നമുക്ക് ഗോവയിൽ അടിച്ചു വിളിക്കാനുള്ള സാധനം കിട്ടും. ലിക്കറിന്റെ കാര്യത്തിൽ മാത്രം ആരും ഒന്നുകൊണ്ടും ബുദ്ധിമുട്ടിയണ്ട. കണ്ടമാനം നമുക്ക് സാധനം ഇവിടെ അവൈലബിൾ ആണ്. സർബത്ത് കട മോഡല് ലിക്കർ കിട്ടും. അതിന് പിന്നെ എനിക്കൊന്ന് ഞാൻ പോണ്ടിച്ചേരി പോയിട്ടുണ്ട്. പോണ്ടിച്ചേരിനേക്കാളും എനിക്ക് എന്തുകൊണ്ട് ബെനിഫിറ്റ് തോന്നിയത് ഗോവ. പിന്നെ ഒരുപാട് സ്കാം കാര്യങ്ങൾ അത് ഇത് അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ അതിലൊന്നും പോയി പെടാതിരിക്കുക. കൈമുറിയാൻ ഒരുപാട് ചാൻസ് ഉണ്ട്. അതൊക്കെ ഉള്ള പൈസ വരെ നമ്മുടെ പോവാൻ ചാൻസ് കൂടുതലുള്ള പരിപാടിയാണ്. സ്കാമിന്റെ കാര്യത്തിൽ പറയാൻ പറ്റത്തില്ല. കാരണം ശരിക്കും സ്കാം എന്താണെന്ന് അറിയണമെങ്കിൽ നിങ്ങൾ ഒരു വട്ടം ഗോവ വരണം. ഗോവ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതറിയാൻ പറ്റും സ്കാം എന്താണ്. നമ്മുടെ നമ്മുടെ മുറിയാൻ പറ്റിയ എല്ലാ രീതിയിലുള്ള പൈസയും സ്കാമിൽ നിന്ന് അവന്മാര് മുറിച്ചെടുക്കും. ഒരു 50,000 രൂപ വന്നവരെ 5 രൂപയായിട്ട് പറഞ്ഞു വിടുന്ന ഒരു സ്ഥലമുണ്ട്.